Good morning, guys. Welcome to another video. It's Cookie Nomad here. അപ്പം ഇന്ന് രാവിലെ 7:30 ആയി. ഇന്ന് ഒരു റൈഡിന് പോവാണ് അഗെയിൻ. ആൻഡ് ഐ ഹാവ് എ സർപ്രൈസ് ഫോർ യു. ദിസ് ഈസ് ദ സർപ്രൈസ്. ചെറുതായിട്ടൊന്ന് ബൈക്ക് അപ്ഗ്രേഡ് ചെയ്തു. ഓക്കെ, ബൈക്ക് ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്തു. നമ്മൾ യമഹ YZF R3 എടുത്തു. ഇത് യൂസ്ഡ് ബൈക്കാണ്. ഇറ്റ്സ് നോട്ട് എ ബ്രാൻഡ് ന്യൂ. ബൈക്കിൻ്റെ ഡീറ്റെയിൽ നമ്മൾ പോകുന്ന സ്ഥലത്തിനെ പറ്റിയൊക്കെയുള്ളതായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കുറച്ച് പോയതിന് ശേഷം ലെറ്റ്സ് എസ്കേപ്പ് ഫ്രം ദ സിറ്റി ഫസ്റ്റ്. ബ്യൂട്ടിഫുൾ 457. It's having all the electronics in the world in this console, right? Waiting for 209 to come. Yeah? Waiting for 209 to come. Okay. Naked version. Oh, is it? Is it launching? It's already launched. Is it? I don't know. This is very old school. Yeah, but power. Cool guy. See, that is a community we're having between the bikers. Looks so cool, man. Seriously, so cool. നമ്മളങ്ങനെ ബാംഗ്ലൂർ സിറ്റിയുടെ ഇന്നർ സർക്കിൾ ക്രോസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഓൾമോസ്റ്റ് ബാംഗ്ലൂർ സിറ്റി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഈ റൈറ്റ് കാണുന്ന ഡീവിയേഷൻ എടുത്തു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് ഇലക്ട്രോണിക് സിറ്റി, സേലം, പിന്നെ നാട്ടിലേക്ക് പോണ ആ ഒരു വഴിയൊക്കെ കാണാം. ഇതാണ് ആ ഹൈവേ. അത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടാവുന്നത്. ഇനി നമുക്കൊരു 8 to 9 കിലോമീറ്റർ സ്ട്രെയിറ്റ് സ്ട്രെച്ചാണ്. അതും എലിവേറ്റഡ് ഹൈവേ ആണ്, ടോൾ റോഡാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബൈക്ക്. ഓക്കെ, ഇറ്റ്സ് 2016 മോഡൽ YZF R3 ട്വിൻ സിലിണ്ടർ 42 PS. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബട്ട് ഞാൻ ഇതിൻ്റെ പൊട്ടൻഷ്യലൊന്നും ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. ഐ ഡോണ്ട് പുഷ് യെറ്റ്. അപ്പം ഇറ്റ്സ് നോട്ട് ഓൺ ദ പേപ്പേഴ്സ് എന്നാണ് എല്ലാം പറയുന്നത്. വെൻ ഇറ്റ് കംസ് ടു യമഹ R3 അങ്ങനെയാണ്. ഓൾറെഡി ഓണേഴ്സിനോടൊക്കെ ഞാൻ ഒരുപാട് പേരുടെ സംസാരിച്ചു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം ഇന്ന് പോകുന്ന സ്ഥലം നമ്മൾ ബോളുമല എന്ന് പേരുള്ള ഒരു സ്ഥലമാണ്. ബോളുമല ഫോർട്ട്. അതായത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു 120 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തുള്ളത്. ബാംഗ്ലൂർ, ഹൊസൂർ, പിന്നെ കൃഷ്ണഗിരിക്ക് അടുത്തായിട്ട് നമ്മൾ ഷോളഗിരി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തിനടുത്തായിട്ടുള്ള ഒരു ഓക്കെ. സംതിങ് ക്ലോസ് ടു 135 എന്ന് എത്തി ഞാൻ. ബട്ട് ഐ ക്യാൻ ഫീൽ ദാറ്റ് ടോർക്ക് കിക്കിങ് ഇൻ അറ്റ് എനി RPM. 6th ഗിയറിൽ നമ്മൾ പഴയ നമ്മൾ CBRലൊക്കെ ആണെങ്കിൽ ഒരു RPM നമുക്ക് ആ ഒരു ടോർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ റവ് ചെയ്ത് കുറച്ച് പിടിച്ച് പതുക്കെ ഗ്രാജുവലായിട്ട് കയറത്തുള്ളൂ. പക്ഷേ ദിസ് ഈസ് ഹാവിങ് ഇൻസ്റ്റൻറ്റ് ടോർക്ക്. ഐ തിങ്ക് അറ്റ് എനി RPM അറ്റ് എനി ഗിയർ. നിഞ്ചനെ കഴിഞ്ഞ് പിന്നെ ബെൻലി 302 കഴിഞ്ഞൊക്കെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടാണ് സീറ്റിംഗ് പോസ്റ്ററും തോന്നുന്നത്. ഡെഫിനറ്റ്ലി കംഫർട്ടബിൾ ദാൻ CBR. ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ്. ആൻഡ് സസ്പെൻഷൻ, ഓ മാൻ, ഐ ഡോണ്ട് നോ ഹൗ ദേ മാനേജ് ടു ഡു ദിസ്. ഒരു സ്പോർട്സ് കാറ്റഗറി സ്പോർട്സ് ടൂറുകളിൽ ഇത്രയും നല്ലൊരു സസ്പെൻഷൻ, ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് സോ സ്റ്റേബിൾ. നമ്മളങ്ങനെ ബാംഗ്ലൂർ കഴിഞ്ഞു കേട്ടോ. ബാംഗ്ലൂർ സിറ്റി കഴിഞ്ഞു, ഇലക്ട്രോണിക് സിറ്റി കഴിഞ്ഞു. നമുക്ക് ഹൊസൂരിലേക്കുള്ള ഹൈവേയിൽ കയറി. പക്ഷെ ട്രാഫിക് കൊണ്ടിട്ട് രാവിലെ തന്നെ. See, couple goals. KTM family. So KTMൻ്റെ ഒഫീഷ്യൽ ഫാമിലി മെമ്പർ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. KTM bikes, KTM top box, KTM side box, saddle box. ഇതെന്തത്?
EV ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ പുതിയത്? ബജാജിൻ്റെ ആണോ? ബജാജിൻ്റെ പുതിയ EV പോലെ അറിയില്ല. ബട്ട് ഇറ്റ്സ് എ ടെസ്റ്റ് വെഹിക്കിൾ. See, looks cute. Okay, let's have something. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. സി അത് ബ്യൂട്ടിഫുൾ RS457. ഇനി നമുക്ക് കുറച്ചുകൂടി മുമ്പോട്ട് പോയതിന് ശേഷം ഹൈവേയിൽ നിന്ന് ഡീവിയേഷൻ എടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. ചെറുതായിട്ട് വെയിലൊക്കെ അടിച്ചു തുടങ്ങി കാണുന്നില്ലേ. ഇപ്പം ഞാൻ ഹൊസൂർ കഴിഞ്ഞു. കൃഷ്ണഗിരിക്ക് മുമ്പുള്ള സ്ഥലമാണിത്. ഓക്കെ, let's go. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് അറിയോ? ഷോളഗിരി. യെസ് ഷോളഗിരി. നമ്മൾ ഇനി ഹൈവേയിൽ നിന്ന് നമ്മൾ ഡിവൈറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. സഞ്ജാനേ നീ നാനേ നോ നാനോ. ഓക്കെ, നമ്മളിപ്പം ഹൈവേ കഴിഞ്ഞു. ഇനി ചെറിയ വില്ലേജ് റോഡ്സ്. Another 45 kilometers, but it's showing on 1 hour 40 minutes. So ഇതേപോലെ തന്നെയുള്ള റോഡായിരിക്കും മുമ്പോട്ടേക്ക് കൂടി, that's for sure. But feels so good to go through this kind of roads. See? നമ്മളങ്ങനെ റായ്ക്കോട്ടെ എത്തി കേട്ടോ. റായ്ക്കോട്ടെ ഇനി നമുക്ക് പോകാനുള്ളത് ഒരു 30 കിലോമീറ്ററിന് അടുത്തുണ്ട്. അപ്പം ഇവിടുന്ന് ലെഫ്റ്റ് ഡീവിയേഷൻ എടുത്തുകൊണ്ട് പോകാൻ. അതിന് മുമ്പേ നമുക്ക് എവിടെയെങ്കിലും പെട്രോൾ പമ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എണ്ണ അടിക്കും, നല്ലതായിരിക്കും. എന്നെ റായ്ക്കോട്ടയിൽ നമ്മൾ ഫ്യൂവലൊക്കെ ചെയ്തു. ഇപ്പം നമ്മൾ ബോളുമലയിലേക്കുള്ള ഡീവിയേഷൻ എടുത്തോട്ട് അവിടെ നിന്ന് ഇനി നമുക്ക് 20-25 കിലോമീറ്റർ കൂടെ ഉണ്ട്. റോഡൊക്കെ ഉണ്ടല്ലേ, കാലിയാണ്. പക്ഷേ റോഡ് പറയാതിരിക്കാൻ വയ്യ, ഇത് ചെറിയ ഹൈവേ ഒന്നും ആണെന്ന് തോന്നുന്നില്ല. പക്ഷെ റോഡിൻ്റെ കണ്ടീഷൻ നോക്കിക്കേ, നല്ല ബട്ടർ സ്മൂത്ത് റോഡുകൾ, നിറയെ ട്വിസ്റ്റീസും. വാട്ട് എൽസ് എ ബൈക്ക് നീറ്റ്. അടിപൊളി വ്യൂ. സൈഡിലൊക്കെ കണ്ടില്ലേ, റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു കുന്നുകളും ചെറിയൊരു ഗ്രാമങ്ങളും പിന്നെ അഗ്രികൾച്ചറൽ ലാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്മൂത്തായിട്ട് പോകണം. അത് കണ്ടോ, ബോളുമല റൈറ്റ്. താങ്ക് യു. എനിക്ക് തോന്നുന്നത് ആ ലെഫ്റ്റ് കാണുന്ന അതാണ് ബോളുമല. മോസ്റ്റ്ലി ബോള് പോലുള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ബോളുമല എന്ന് പറയുന്നത്. I don't know. കൊള്ളാമല്ലേ? നമുക്കിനി അപ്പാട് ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ സംഭവം. അത് തന്നെയാണ് ബോളുമല. പക്ഷേ എൻട്രി ഇതിനെ കറങ്ങിയിട്ടാണ് വരാനായിട്ട്. മുൻപുള്ള വ്യൂ കണ്ട. പക്ഷേ നമ്മൾ കുറച്ച് പൊലച്ചല്ല, കുറച്ചുകൂടി ഒരു 8 o'clock ഒക്കെ വരുവാണ് ഇതെങ്കിലേ
പൊളിയായി. അതിനിപ്പോൾ ചെറുതായിട്ട് വെയിലടിച്ചു, ബട്ട് സ്റ്റിൽ ലുക്ക് സോ പ്രിറ്റി. വെയിലുണ്ടെങ്കിലും മാരകമായിട്ടുള്ള ചൂടൊന്നുമില്ല, ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. കുറച്ചുകൂടി നമുക്ക് മേലേക്ക് പോകാനുണ്ട്. ബട്ട് ലുക്ക് അറ്റ് ദിസ് വ്യൂ മാൻ, കൂൾ. നല്ല സൂപ്പർ ഓഫ് റോഡ് സെഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ മേലെ എത്തിയ ഓൾമോസ്റ്റ് ഒരു 1/2 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. ഇനി ഇവിടെ ഒരു 20 രൂപയുടെ ടിക്കറ്റ് കൊടുത്ത് എൻട്രി ചെയ്യാണ്ട് കേട്ടോ. ഉള്ളതാണെന്നൊക്കെ ആർക്കറിയാം, പക്ഷേ എൻട്രി ചെയ്തു. നല്ല കട്ട് ഓഫ് റോഡ് സെക്ഷനായിരുന്നു കേട്ടോ. ഇതാ സിമെൻറ്റ് റോഡ്. Dude, it's very dangerous. സൈഡിൽ കൈവരും കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ് ഈസ് സോ ഡേഞ്ചറസ്. ഓക്കെ, ഇഷ്ടംപോലെ ബൈക്കേഴ്സ് ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ പുളിമല എത്തി കേട്ടോ. പുളിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബോൾ ഷേപ്പായിട്ടുള്ള മല ഞാൻ തോന്നുന്നു. ഇവിടെ കുറച്ച് ബൈക്കേഴ്സൊക്കെ ഉണ്ട്, ഒരു 5-8 ബൈക്കേഴ്സ് ഉണ്ട്, 1-2 കാറും ഉണ്ട്, പിന്നെ കുറച്ച് ഫാമിലി ഒക്കെ ഉണ്ട്. പിന്നെ മേലേക്ക് എത്തുന്നതിൻ്റെ ഒരു 2 കിലോമീറ്റർ മുമ്പേ ഓഫ് റോഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ പിറകിലാണ് നമുക്ക് പോകാനുള്ള സ്പോട്ട്. പക്ഷേ കയറി വരുന്നിടത്ത് തന്നെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാനിപ്പോൾ. നമ്മളങ്ങനെ കുറച്ച് മാങ്ങയൊക്കെ കഴിച്ചു, നല്ല റിഫ്രഷായി. പിറകിൽ വേണ്ട ഒരക്ക പാവക്ക അക്ക താഴെ നിന്ന് ആ ബൈക്കിലാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ജസ്റ്റ് ഇമാജിൻ. അത് മാത്രമല്ല, ഞാനിപ്പോൾ മേലെ കയറിയപ്പോൾ ഒരു കപ്പിൾസിനെ പരിചയപ്പെട്ടു. താഴെ ലോക്കൽസാണ്, ഹസ്ബൻഡ് വൈഫ്, 2 ചെറിയ പിള്ളേർ. സ്പ്ലെൻഡർ വെച്ചിട്ടാണ് ഈ ഒരു ഓഫ് റോഡ് ചെയ്ത് വന്നത്. സോ ഇറ്റ്സ് നോട്ട് ദ ബൈക്ക്. നമുക്കിനി കുറച്ച് മേലേക്ക് പോയിട്ട് എന്താണെന്നുള്ളത് നോക്കാം. മേലെ ഒരു ടെമ്പിളുണ്ട്, അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കണ്ടാക്ക പറഞ്ഞത്. അപ്പോൾ കുറച്ച് മേലേക്ക് പോയതിന് ശേഷം അവിടെ കുറച്ച് തണലുള്ള സ്ഥലത്തോടെങ്കിൽ ഇരിക്കാൻ പറ്റും നോക്കണം. നല്ല വെയിലടിച്ച് തുടങ്ങി കേട്ടോ. പിന്നെ പാറയത് കാരണം നല്ല ചൂടുണ്ട്. അവിടെയാണ് നമ്മളെ ടെമ്പിളുള്ളത്. പിന്നെ ആ ഒരു അതിന് ചുറ്റിപ്പറ്റി 1-2 മൂർത്തികളൊക്കെ ഉണ്ട്. ഈ ബോളുമല എന്ന് പറയുന്നത് കൃഷ്ണഗിരിയുടെയും ധർമ്മപുരിയുടെയും ഇടയ്ക്കുള്ള എക്സാക്ട്ലി മിഡിലുള്ള ഒരു സ്ഥലമാണ്. ഈ മലയുടെ ഹാഫ് ധർമ്മപുരിക്കും ഹാഫ് കൃഷ്ണഗിരിക്കുമാണ് ഉള്ളത്. അപ്പം ബോളുമലയെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട ഹൈപ്പ് പ്രകാരം ഒന്നും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ദാറ്റ് ഈസ് നത്തിങ് സ്പെഷ്യൽ. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു 120 കിലോമീറ്റേഴ്സൊക്കെ റൈഡ് ചെയ്ത് വന്നിട്ട് ഡസൻ വർത്ത് അങ്ങനെ തോന്നുന്നു. കുറച്ച് പുലർച്ചെ എത്തിക്കഴിഞ്ഞാൽ മേ ബി ഓർ സൺസെറ്റ് മേ ബി ഇറ്റ്സ് ബെറ്റർ, ബട്ട് അതർവൈസ് ഐ ഫീൽ ഇറ്റ്സ് ലൈക്ക് ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇസ് ഇറ്റ് വർത്ത് ദ ഹൈപ്പ്? ഐ ഡോണ്ട് തിങ്ക് സോ. എസ്പെഷ്യലി ബാംഗ്ലൂരിൽ നിന്ന് വരികയാണെങ്കിൽ ഐ ഡോണ്ട് നോ, ഐ വോണ്ട് സജസ്റ്റ് എനിവൺ ടു കം, ബട്ട് ദ റൂട്ട് വാസ് ഗുഡ്. ഒരുപാട് കൺട്രി സൈഡിലൊക്കെ പോകുന്ന പോലെ ഒരുപാട് വില്ലേജിനകത്തുള്ള നല്ല റൂട്ടായിരുന്നു, സീനിക്കായിട്ടുള്ള റൂട്ടായിരുന്നു. പക്ഷേ ദി ഡെസ്റ്റിനേഷൻ ബോളുമല ഇറ്റ്സ് ലൈക്ക് ജസ്റ്റ് ഓക്കെ ഫോർ മീ.
അപ്പം വീഡിയോ അത്ര തന്നെ ഉള്ളൂ. ഇനി കുറച്ച് നേരം നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. ചുമ്മാ ഒന്ന് കുറച്ച് നേരം കിടന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ഹാവ് ടു ഗോ ബാക്ക് ഹോം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. കമൻറ്റ്സ് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.